കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SIT-യുമായി ബന്ധപ്പെട്ടു. റോയിയുടെ മരണത്തിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട നഷ്ടമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ബാഹ്യപ്രേരണയോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SIT-യുടെ നിലപാട്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, നമുക്കറിയാം റോയിയുടെ മരണം അത് വ്യവസായ ലോകത്ത് മാത്രമല്ല മലയാളികളെ ഒന്നാകെ വേദനയിലാഴ്ത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ എന്തിനാണിത് ചെയ്തത് അതിപ്പോഴും ദുരൂഹമാണ്. അതുമായി ബന്ധപ്പെട്ട് കർണാടക SIT-യുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം അതിലേറെ മലയാളികൾക്ക് അറിയേണ്ട ഒന്ന് തന്നെയാണ് ഈ മരണത്തിന് പിന്നിൽ എന്ത് എന്നത്. പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും എന്തിനിത് ചെയ്തു എന്നതിൽ ഒരു വ്യക്തതയുമില്ല. എന്താണിപ്പോൾ കേരളത്തിൽ നിന്ന് പോലീസ് സംഘം ഇങ്ങനെ അന്വേഷിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, CJ റോയിയുടെ മരണത്തിലെ അന്വേഷണം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്നാണ് കർണാടക SIT പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കർണാടക പോലീസിനെ ബന്ധപ്പെട്ടുവെങ്കിൽ പോലും അവർ തൽക്കാലം വിവരങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പ് വഴി മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം, ശേഖരിച്ച തെളിവുകളടക്കം നൽകണമെങ്കിൽ അത് ഔദ്യോഗികമായി ബന്ധപ്പെടുക എന്നുകൂടിയാണ് SIT കേരള പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. 2 SP-മാരാണ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി SIT-യുമായി ബന്ധപ്പെട്ടത്, വിവരങ്ങൾ തേടാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങനെയായിരുന്നു SIT-യുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന മറുപടി. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്, ഒരു അന്വേഷണം കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ അല്പം താമസമുണ്ടാകും, അല്ലെങ്കിൽ അത് ഇനിയും ആ ഒരു ചുരുള് അഴിയാതെ കിടക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ കേരള പോലീസിനോട് ഇത്തരത്തിലൊരു നിലപാട് SIT സ്വീകരിച്ചത്. മറിച്ച് ചില വിവരങ്ങൾ അൺഒഫീഷ്യലി തന്നെ ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലുള്ള 2 SP-മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് SIT-യെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം CJ റോയിക്ക് കേരളവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം ഒരു മലയാളിയാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ലോകത്തുടനീളം വലിയ രീതിയിൽ ബിസിനസ്സുമായി വളർന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് SIT കേരളത്തിലടക്കം വന്ന് ചില തെളിവുകൾ ശേഖരിച്ചിരുന്നു, ചിലരെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ കൊച്ചിയിലുള്ള സോണൽ ഓഫീസിലൊക്കെ എത്തി ചില പരിശോധനകളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. അതോടൊപ്പം CJ റോയ് കേരളത്തിലും ചില നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വിവരങ്ങളൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസും ഇതിലൊരു അന്വേഷണം നടത്താമെന്നൊരു തീരുമാനത്തിലെത്തിയത്. പ്രത്യേകിച്ച് കേരളത്തിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി CJ റോയ് നേരിട്ടിട്ടുണ്ടായിരുന്നോ, കുടുംബപരമായിട്ടുള്ള പ്രശ്നമുണ്ടോ, എന്നീ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേരള പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു SIT-യുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു മറുപടി നൽകിയ സാഹചര്യത്തിൽ ഇനി കേരള പോലീസ് അങ്ങനെ ഒഫീഷ്യലി തന്നെ ഇതിനെ ഒരു SIT-യുമായി ബന്ധപ്പെടുകയോ ഇത് കേസിനുമായിട്ടുള്ള ചില വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും CJ റോയിയുടെ മരണത്തിന്, ആത്മഹത്യയിലെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നാണ് SIT ഇപ്പോൾ നൽകുന്നത്. എന്തായാലും അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് പറയുമ്പോൾ ഇതിന്റെ കാരണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയിലാണ് കേരള പോലീസും എന്തുകൊണ്ടാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.